ഇന്നത്തെ വീഡിയോ ഹോണ്ടയുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ബൈക്കിന്റെയും ഓൺ റോഡ് പ്രൈസും ബാക്കി അപ്ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2024 ആയതോടുകൂടി എല്ലാ ബൈക്കിനും പ്രൈസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബൈക്കിന്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഹോണ്ടയുടെ ബൈക്ക് മാത്രമാണ്. അടുത്ത വീഡിയോയിൽ TVSന്റെ, ബജാജ്, ഹീറോന്റെ ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും. ലിസ്റ്റിലെ ഫസ്റ്റ് ബൈക്ക് ഹോണ്ടയുടെ SP160 ആണ്. ഈ അടുത്തിടയ്ക്ക് ലോഞ്ച് ചെയ്ത ഹോണ്ടയുടെ ഒരു കമ്മ്യൂട്ടിംഗ് മോഡലായിട്ടുള്ള ബൈക്കാണ് SP160. ഹോണ്ടയുടെ അടുത്തിറങ്ങിയ പുതിയൊരു മോട്ടോർസൈക്കിളാണെങ്കിലും ഡിസൈൻ വൈസ് നോക്കിയാലും എഞ്ചിനൊക്കെ നമ്മുടെ ഹോണ്ടയുടെ ഇപ്പോൾ ഇറങ്ങിയ ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതായത് ഹോണ്ടയുടെ SP125ൻ്റെ ഡിസൈനിൽ യൂണിക്കോണിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ഇറക്കിയ ഒരു മോഡലാണ് SP160. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 162cc എയർ കൂൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 13.46 PS ഓഫ് പവർ വരുന്നുണ്ട്. മാക്സിമം ടോർക്ക് 14.3 Nm ഓഫ് ടോർക്കാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ബ്രേക്സ് വരുന്നത് ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ്. ഇതൊരു കമ്മ്യൂട്ടിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിൽ എടുത്തു വരേണ്ട കാര്യം മൈലേജ് തന്നെയാണ്. 66 കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് മൈലേജ് ഉള്ള ഒരു മോഡലും കൂടിയാണ് ഹോണ്ടയുടെ SP160. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഡിസ്കുള്ള മോഡലിന് 1,38,000 രൂപയും ഡബിൾ ഡിസ്കുള്ള മോഡലിന് 1,42,000 രൂപയാണ് ഓൺ റോഡ്. അടുത്തത് ഹോണ്ടയുടെ ഹോർണറ്റിൻ്റെ 2.0 മോഡലാണ്. ഹോണ്ടയുടെ സിറ്റി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബൈക്കാണ് ഹോർണറ്റ് 2.0. പക്ഷേ ഈ ഒരു ബൈക്കിന് സെയിൽസ് എന്ന് പറയുന്നത് വളരെ ഡ്രോപ്പാണ്. ഹോണ്ടയുടെ ഇപ്പോഴത്തെ ഏറ്റവും സെയിൽ കുറഞ്ഞ മോഡലിലൊന്നാണ് ഹോണ്ടയുടെ ഹോർണറ്റ് 2.0. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 154cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മാക്സിമം പവർ 17 bhp ആണ്. മാക്സിമം ടോർക്ക് 16 Nm ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ ഒരു ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 57 ആണ്. അത്യാവശ്യം നല്ലൊരു ഇനീഷ്യൽ പവർ ഉണ്ട്. ടോപ്പ് ആൻഡ് ഏകദേശം 130ക്ക് മുകളിലാണ്. കമ്മ്യൂട്ടിങ്ങിനും അതുപോലെ തന്നെ സിറ്റി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബൈക്കാണ് ഹോണ്ടയുടെ ഹോർണറ്റ് 2.0. ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,64,000 രൂപയാണ്. മൂന്നാമത്തെ മോഡൽ ഹോണ്ടയുടെ CB200X ആണ്. ഹോണ്ടയുടെ ഒരു സിറ്റി ടൂറിങ്ങിനും അതുപോലെ തന്നെ ചെറിയൊരു വീക്കെൻഡ് ഓഫ് റോഡിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ബൈക്കാണ് ഹോണ്ടയുടെ CB200X. ഇത് നമ്മൾ ഹോണ്ടയുടെ CB500Xൻ്റെ ഡിസൈനിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബൈക്ക് കുറേ നാളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ സെയിൽസ് സ്റ്റോപ്പ് ചെയ്താണ്. ഇപ്പോൾ വീണ്ടും റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2024 മോഡലിന് ചെറിയ അപ്ഡേറ്റ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് പെയിൻറ്റ് സ്കീമാണ്. പിന്നെ ആ ഒരു CB200X എഴുതിയ ആ ഒരു പ്ലേസ് അവർ മാറ്റിയിട്ട് ടാങ്കിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലിപ്പർ ക്ലച്ചും കൂടി പുതിയ മോഡലിന് വരുന്നുണ്ട്. ഇത്രയും അപ്ഡേറ്റ് ആണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർണറ്റിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും. അതായത് 154cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ കൂൾ എഞ്ചിൻ തന്നെയാണ്. 17 PS ഓഫ് പവറും 16 Nm ഓഫ് ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ ABS വരുന്നുള്ളൂ. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർണറ്റിന് കൊടുത്ത പോലെ തന്നെ UHT ഫോർക്ക് ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ബാക്കിലൊരു അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഈ ഒരു ബൈക്കിനും 12 ലിറ്റർ തന്നെയാണ് ഫുൾ ടാങ്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്ത മൈലേജ് 45 ആണ്. ഇത് ശരിക്കും ഹോണ്ടയുടെ ഒരു കുറച്ച് ഓവർ പ്രൈസിലായി നിൽക്കുന്ന ഒരു മോട്ടോർസൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന് നേരത്തെ ഒരു പ്രൈസ് കുറച്ചിട്ടുണ്ട്. പുതിയ മോഡലും സ്ലിപ്പർ ക്ലച്ചും ബാക്കി കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രൈസ് ഏകദേശം 3,000 രൂപയാണ് അവർ കുറച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് 1,74,000 രൂപയാണ്. ഈ ഒരു ഓൺ റോഡ് പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഡിസ്ട്രിക്റ്റും ഏരിയാസൊക്കെ മാറുന്നതനുസരിച്ച് ഓൺ റോഡ് പ്രൈസ് ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു എസ്റ്റിമേറ്റ് പ്രൈസ് ആണ് പറയുന്നത്. അടുത്ത ബൈക്ക് ഹോണ്ടയുടെ CB300F ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഓവർ പ്രൈസിലായിട്ട് നിൽക്കുന്ന ബൈക്കുകൾ ഒന്നായിരുന്നു ഹോണ്ടയുടെ CB300F. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ബൈക്ക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന് ഹോണ്ട നല്ല രീതിക്ക് തന്നെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഏകദേശം 60,000 മുകളിലാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 lakh അണ്ടറിൽ വരുന്ന ഒരു ബെസ്റ്റ് ബൈക്കായിട്ട് ഹോണ്ടയുടെ CB300F മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു 300cc മോഡലാണ് ഹോണ്ടയുടെ CB300F. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ വരുന്നത് 293cc ഓയിൽ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 24.5 bhp പവറും 26.6 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. പിന്നെ ഒരു സ്ലിപ്പർ ക്ലച്ചും കൂടി ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മോണോ ഷോക്കാണ്. 40 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 35 ആണ്. ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. അതിൽ ടോർക്ക് കൺട്രോൾ, വോയിസ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ബൈക്ക് തന്നെയാണ് ഹോണ്ടയുടെ CB300F. കാരണം ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത് 1,99,000 രൂപയാണ് ഓൺ റോഡ്. അടുത്ത ബൈക്ക് ഹോണ്ടയുടെ CB300R ആണ്. ഹോണ്ടയുടെ മികച്ച 300cc നിൽക്കുന്ന ഒരു മോഡലാണ് CB300R. ഹോണ്ടയുടെ നേരത്തെ പറഞ്ഞ എല്ലാ ബൈക്കിനെക്കാട്ടും കുറച്ചും കൂടി ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് CB300R. കുറച്ച് മുമ്പ് വരെ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് നിൽക്കുന്ന മോഡൽ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹോണ്ട ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് അവർ കുറച്ചത്. ഏകദേശം 37,000 രൂപയാണ് CB300Rൻ്റെ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുള്ളത്. ഇപ്പം കുറച്ചും കൂടി നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എഞ്ചിൻ
എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 286cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഏകദേശം 31 BS ഓഫ് പവറും 27.5 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു UHT ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറച്ച് കുറവാണ്. ഈ ഒരു ബൈക്കിന് 9.7 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്തൊരു മൈലേജ് 30 ആണ്. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത് 2,75,000 രൂപയാണ്.